ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ദിവസത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്ന് പകൽക്കാലം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ചാം. നല്ല ആലോചനകളെ ദൈവം തരേണ്ടതിനാ, തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ മുറിവ് ദൈവം കെട്ടേണ്ടതിനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹാല്യാസ്തോത്രം ഇന്ന് പകൽക്കാലം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പരിവർത്തിച്ചതുപോലെ എല്ലാ ഉള്ളങ്ങളിലും പരിവർത്തിച്ച ഒരു പുതിയ അനുഭവം ഉണ്ടാകേണ്ടതിനാ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം ഈ വചനം എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് 100 മേനിയായി ഭവിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങെടുക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ദാവീദ് പറയുന്നു, ഈ എളിയ ജനത്തെ ദൈവം രക്ഷിക്കുന്നു എന്ന, എളിയ ജനത്തെ ദൈവം രക്ഷിക്കുന്നു എന്ന. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഏതെല്ലാം നിലവാരത്തിലുള്ള എളിയ ജനത്തെയാണ് കർത്താവ് രക്ഷിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ ജനനത്തിനും 700 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എളിയവരോട് സ്വവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വതന്ത്രം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കേണ്ട ദിനം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ്, നമ്മുടെ അരുമനാഥനായ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ പല ഉദ്ദേശങ്ങളോട് കൂടിയാണ് കടന്നു വന്നത്. ഹീനതയിലിരുന്ന ദേശത്തിന് വലിയൊരു വെളിച്ചം കാണിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ വരവ് തന്നെ താൻ വെളിച്ചമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഹീനതകളെ മാറ്റിക്കൊണ്ട് ഹീനതകളിലിരുന്ന ജനത്തിന് വലിയൊരു വെളിച്ചം കാണിച്ചുകൊണ്ട് താൻ കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ ഇവിടെ യെശയ്യാവ് പറയുന്ന ഒരു വാക്യം, എളിയവരോട് സുവർത്തമാനം പറയുവാൻ. ഇന്ന് പകൽക്കാലം നമ്മൾ പുതിയ നിയമപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ സ്തോത്രം 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സഖറിയാവിനോട് സുവർത്തമാനം പറയുവാൻ ദൂതൻ വന്നു. എന്തുകൊണ്ട് അവന്റെ അടുക്കലേക്ക് ദൂതൻ വന്നു എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, സഖറിയാവും എലിസബത്തും ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം സന്നിധിയിൽ കുറ്റമറ്റവരായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം, ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ഇത്രയും കുറ്റമില്ലാതെ നടക്കുന്ന ഈ ദൈവമക്കൾക്ക്, ഈ ഹല്ലേലൂയ സ്തോത്രം പിതാവിനും മാതാവിനും ഉണ്ടായിരുന്ന ഒരു കുറവുണ്ട്. ദൈവം അനുഗ്രഹിച്ച, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹമാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി നിറഞ്ഞ സകലതിനെയും വാഴുവാൻ പറഞ്ഞു. പക്ഷെ ആ അനുഗ്രഹം ഇവരുടെ മേൽ വന്നിട്ടില്ല. ഇവർ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ഈ അനുഗ്രഹം
അനുഗ്രഹം വന്നില്ല. വാഗ്ദത്തങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. വാഗ്ദത്തങ്ങൾ പലതും നമ്മളോട് പ്രവചനത്തിൽ കൂടെ, ദർശനത്തിൽ കൂടെ, സ്വപ്നത്തിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ ഒക്കെയും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് വരെയും നിറവേറാൻ കഴിയാതെ വണ്ണം ഏതോ ഒരു തടസ്സം നിന്റെ ജീവിതത്തിനകത്ത് നിൽക്കുകയാണെങ്കിൽ, ഏതോ ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തിയാൽ ആ തടസ്സത്തെ ഇന്ന് പകൽക്കാലം ദൈവം തകർത്തുകൊണ്ട് ഒരു വർത്തമാനം നിനക്ക് കേൾക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു, സക്കറിയാവേ, നിന്റെ ഭാര്യ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാമത്തിൽ നിന്ന് പകൽക്കാലം ഏത് വിഷയത്തിലാണോ ദൈവ പൈതലേ, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, ഏത് വിഷയത്തിലാണ് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തില് ഇതുവരെ മറുപടി കിട്ടാത്തതാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു, നിനക്കൊരു മറുപടി ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് ലഭിക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആ മറുപടി ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കേട്ടത് കൊണ്ടല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുമ്പോഴാണ് ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ സന്തോഷിക്കേണ്ടതാണ്. പലതും നമ്മൾ കേൾക്കുന്നു, പല ദൂതുകൾ കേൾക്കുന്നു, പ്രവചനങ്ങൾ കേൾക്കുന്നു, പക്ഷേ ഇതുവരെയും നടക്കുന്നില്ല. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നടക്കണമത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനായിട്ട് ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി, നീതിയുള്ളവരായി, സകല ന്യായവും നടത്തുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നോക്കണമേ, അടുത്ത് പറയുന്ന ഒരു ഉണക്ക വാക്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. ഹൃദയം തകർന്നവർ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സങ്കീർത്തന പുസ്തകം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നമ്മുടെ പൂർവ്വ പിതാവായിരിക്കുന്ന യാക്കോബ്, ആ പിതാവ് ലാബാന്റെ വീട്ടിൽ ചെന്ന് 20 വർഷങ്ങൾ ജോലി ചെയ്തു. 2 ഭാര്യമാർക്കും വേണ്ടി 14 വർഷവും 6 വർഷം സ്തോത്രം അല്ലാതെയും സേവ ചെയ്തു. ദൈവം യാക്കോബിനെ സ്തോത്രം താൻ ചെയ്ത ജോലിയുടെ പ്രതിഫലമായിട്ട് ചില നന്മകൾ യാക്കോബിന് കൊടുക്കുവാൻ സമയത്ത് യാക്കോബിന് നേരെ ലാബാന്റെ മുഖഭാവം മാറിയെന്ന് തിരുവചനം നമ്മൾ പഠിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു നന്മ ദൈവത്താൽ വരുമ്പോൾ നിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളും നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുജനങ്ങളും അവരുടെ മുഖഭാവം മാറുന്നത് നീ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. കാരണം അവർക്കൊരു നന്മ അവർ പ്രതീക്ഷിക്കാത്ത ഒരു നന്മ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 20 വർഷം കൊണ്ട് ലാബാന്റെ വീട്ടിൽ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചത്തതിനെയും മൃഗം പിടിച്ചതിനെയും എല്ലാത്തിനും ഉത്തരവാദിയായി കൊണ്ട് ഹല്ലേലൂയ യാക്കോബ് അവിടെ ജോലി ചെയ്യുകയാണ്. സകലത്തിനും അവൻ ഉത്തരവാദിയായിരുന്നു. കളവ് പോയതിന് ഉത്തരവാദിയായിരുന്നു. ഇതിനെല്ലാത്തിനും ഉത്തരവാദിയാകേണ്ടതിന് അവൻ പകൽ വെയിൽ കൊണ്ടും രാത്രി ശൈത്യം കൊണ്ടും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ ശരീരം ക്ഷീണിച്ചു. നമ്മുടെ ഇതേപോലെ നമ്മുടെ കഷ്ടതകൾ കൊണ്ടും നമ്മൾ മറ്റുള്ളവരോട് പ്രയാസങ്ങൾ പറയാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്ത അവർ നന്മകൾ പ്രാപിച്ച്, അവർ വിടുതൽ പ്രാപിച്ച്, അവർ അനുഗ്രഹം പ്രാപിച്ച സ്തോത്രമായിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നീ അവിടെ നിന്ന് ശകലമൊന്ന് മാറി നോക്ക. നിന്റെ നേരെ അവരുടെ മുഖഭാവം മാറുന്നത് കാണാൻ കഴിയും.
ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് സങ്കടത്തോടെ രണ്ട് ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങളുടെ അപ്പൻ എന്നെ ചതിച്ചു, 10 പ്രാവശ്യം എൻ്റെ പ്രതിഫലം മാറ്റി. 20 വർഷം കൊണ്ട് 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയെന്ന്. അപ്പം ഓരോ കണക്കിലും 2 വർഷം കൂടുമ്പം ഇന്നത് കൊടുക്കാന്ന് പറയും, അത് കൊടുക്കൂല അല്ലെ. 20 വർഷം കൊണ്ട് 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. ഓരോ 2 വർഷം കൂടുമ്പോഴും യാക്കോബ് പ്രതീക്ഷിക്കുന്നത് യാക്കോബിന് കിട്ടാത്ത അനുഭവമായി. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. ഈ പ്രതിഫലം മാറ്റുമ്പോൾ ദൈവം യാക്കോബിനോട് പറയുകയാണ്, ലാബാൻ നിന്നോട് ചെയ്തതെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു. നീ ഹൃദയം തകരണ്ട, നിന്റെ ഹൃദയത്തിനകത്ത് കലക്കം വേണ്ട. കാരണം നിന്റെ വിശ്വസ്തതയും നിന്റെ അധ്വാനവും ഞാൻ കണ്ടു. അത് മാത്രമല്ല, നിന്റെ വിശ്വസ്തതയും നിന്റെ അധ്വാനം കൊണ്ട് നന്മ വർദ്ധിച്ചവൻ നിന്നോട് ചെയ്തതും ഞാൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് ഒരിക്കൽ പറയുകയാണ്, ഞാൻ വന്നപ്പോൾ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ അധ്വാനം കൊണ്ടാണ് നിനക്ക് ഇതെല്ലാം ഉണ്ടായത്. എൻ്റെ നന്മ, എൻ്റെ സ്തോത്രം ചെയ്യുന്നു, ശ്രദ്ധയേറിയ പരിശീലനം കൊണ്ടാണ്, എൻ്റെ പരിശ്രമം കൊണ്ടാണ് നിനക്ക് ഇത്ര ആട് വർദ്ധിക്കാനിടയായത്. പക്ഷെ ഇപ്പോൾ നിന്റെ മുഖഭാവം മാറി, നീ എന്നെ ഒരു അന്യനെ പോലെ കണക്കാക്കുന്നു. രാമായണം ദൈവം പറഞ്ഞു, നീ ബഥേലിലേക്ക് പൊയ്ക്കോ, നിനക്ക് ഞാൻ ദർശനം തന്ന സ്ഥലമാണ് നിന്റെ സ്വന്തം സ്ഥലം. നിന്റെ സ്ഥലം ഇവിടെയല്ല, ഇവന്റെ വീട്ടിലല്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. പോകുമ്പോൾ ലാബാൻ യാക്കോബ് ഓടിക്കളഞ്ഞെന്നാ ചിന്തിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടാ യാക്കോബ് പുറകെ പോകുന്നത്, അല്ലാതെ അവൻ ഒളിച്ചോടിയതല്ല. ദൈവം പറഞ്ഞു, ലാബാൻ നീ പോ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞാൻ ദർശനം തന്ന സ്ഥലത്തേക്ക് നീ പൊയ്ക്കോ പറഞ്ഞവൻ യാത്രയാകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഒക്കെ ലാബാൻ 3 ദിവസം കഴിഞ്ഞപ്പോ അറിഞ്ഞു. അവ വിട്ടില്ല, പിന്തുടർന്നു, യാക്കോബിനെ പിന്തുടർന്നു. ഹൃദയവേദനയോടെ 20 വർഷം എൻ്റെ ആരോഗ്യം മുഴുവനും നഷ്ടപ്പെടുത്തി ഒരുത്തനെ സേവിച്ചിട്ട് അവിടെ നിന്ന് ഒളിച്ചു പോകും പോലെ പോകേണ്ട ഗതിവേടുകൊണ്ട് അവൻ ഹൃദയവേദനയോടെ അവിടെ നിന്ന് പോകുമ്പോൾ അവനെ പിന്തുടർന്ന് പിടിച്ച് അവൻ്റെ ഉള്ള നന്മകളെ തിരിച്ചു പിടിക്കുവാനായിട്ട് ഇതാ ലാബാനും പുറകെ. എന്നാൽ ഗിലെയാദ് പർവ്വതത്തിൽ വന്നതിൻ്റെ അടുത്തെത്തിയപ്പോൾ യാക്കോബ് സ്തോത്രം ലാബാനോട് ദൈവം ഇടപെട്ടു. ദൈവം പറഞ്ഞു, എൻ്റെ മോൻ ഹൃദയം നുറുങ്ങി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, മനസ്സ് തകർന്നാ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അവനെ നീ പിന്തുടർന്ന് വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഗുണമായിട്ടോ ദോഷമായിട്ടോ അവൻ്റെ അടുത്ത് സംസാരിക്കരുത്. സംസാരിച്ചാൽ ഞാൻ എന്താണെന്ന് നീ അറിയും. യാക്കോബിന്റെ ഹൃദയത്തിലെ മുറിവ് കെട്ടാൻ ദൈവമുണ്ട്. യാക്കോബിന്റെ തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഭാരത്തോടെ ഇരിക്കുകയാണോ? നിന്നെ പലരും ചതിച്ച് ഇരിക്കുകയാണോ? നിന്നെ പലരും പറഞ്ഞ് കബളിപ്പിച്ച് നിന്റെ ഹൃദയം തകർന്നിരിക്കുകയാണോ? ഇല്ല, നിനക്ക് വേണ്ടി ദൈവം എണീക്കുന്ന നാളുകളാണ് ഈ നാളുകൾ. നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റുവാനായിട്ട് എണീക്കുന്ന നാളുകളാണ് ഈ നാളുകൾ. സത്യമായിട്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ലാബാനോട് ദൈവം ഇടപെട്ട് സംസാരിച്ചതുപോലെ
യാക്കോബിന് വേണ്ടി ലാബാനോട് ദൈവം ഇടപെട്ടതുപോലെ ഇന്ന് പകൽക്കാലം നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രതിയോഗിയോട്, നിങ്ങളുടെ ആരോഗ്യത്തോട് വെല്ലുവിളിക്കുന്ന, നിങ്ങളുടെ നന്മകളോട് വെല്ലുവിളിക്കുന്ന, നിങ്ങളുടെ സകല അനുഗ്രഹങ്ങളോടും വെല്ലുവിളിക്കുന്ന, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരുതേണ്ടതിനെ തകർത്തുകൊണ്ട് വെല്ലുവിളിക്കുന്ന സകല വ്യക്തികളോടും ഇന്ന് പകൽക്കാലം ദൈവം ഇടപെടും. വിശ്വസിക്കാം, വിശ്വസിക്കാം. കാരണം കർത്താവ് നമ്മളെ കൂടെ ഉണ്ടാകും. കർത്താവ് എന്നോട് കൂടെ ഉണ്ടാകും, നിങ്ങളോട് ഉണ്ടാകും. കർത്താവ് പറഞ്ഞ അന്ത്യകൽപ്പന നിങ്ങൾ മറന്നു പോകരുത്. ലോകാന്ത്യത്തോടും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും. വീണ്ടും കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടില്ല. അപ്പൻ വിടാം, അമ്മ വിടാം, സഹോദരങ്ങൾ വിടാം, ബന്ധുമിത്രാദികൾ വിടാം, നിങ്ങൾ സേവിച്ച മുതലാളി നിങ്ങളെ വിടാം, പ്രമുഖന്മാർ വിടാം. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടില്ല. വിശ്വസിക്കു പ്രിയ ദൈവമക്കളെ, വിശ്വസിക്കു പിതാവേ, വിശ്വസിക്കു മാതാവേ. നിങ്ങളെ അനാഥരായി വിടാത്ത ആ ദൈവം നിങ്ങളോട് ആരൊക്കെ എന്തൊക്കെ ചെയ്തുവോ, ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. അതെല്ലാം കണ്ടുകൊണ്ട് നിന്നെ രക്ഷിപ്പാൻ നിൽക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പകൽക്കാലം ഞാൻ ഒരുത്തൂടെ നിങ്ങൾക്ക് കൈമാറി തരാം. ഹല്ലേലൂയ. തടവുകാർക്ക് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, വിടുതൽ നൽകുന്ന ദൈവം. നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേലോട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ദാനിയേല്, ശദ്രക്, മേശക്, അബേദ്നെഗോ ഹല്ലേലൂയ 4 ബാലന്മാരുമായിട്ട് ബാബേലിൽ അടിമയായി പോയി എന്നുള്ള ചരിത്രം നമുക്കറിയാം. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ദൂതാണ്. ഹല്ലേലൂയ സ്തോത്രം. അല്ലയോ നെബൂഖദ്നേസർ നിർത്തിയ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന ആ ബിംബത്തിന്റെ മുമ്പിൽ അവൻ തൊഴാതെ മാറി നിൽക്കുമ്പോൾ നെബൂഖദ്നേസർ പറയുകയാണ്, നീ ഇപ്പോൾ ഇതിന് തൊഴുതില്ല എങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ നിങ്ങളെ ഇട്ടുകളയും. അതിനവർ മറുപടി പറഞ്ഞു, അതിന് മറുപടി പറയാനൊന്നുമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തിന് തൊഴിലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവൻ രാത്രി സ്വപ്നം കണ്ട് പള്ളിയറയിൽ വിഷമിച്ചപ്പോൾ ഈ അവന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത് ആരാ? ദാനിയേല്. അവന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത് ദാനിയേല, അല്ലെ? ഹല്ലേലൂയ സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം ഹല്ലേലൂയ ഒന്ന് നമുക്ക് എടുത്തു ഒന്ന് വായിച്ചു നോക്കാം. അതില് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. 48-ാം വാക്യം 46 തൊട്ട് വായിക്കുമ്പോൾ, അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം ദാനിയേലിനെ നമസ്കരിച്ചു. സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. ദൂത് പറഞ്ഞപ്പോൾ, പ്രവചനം പറഞ്ഞപ്പോൾ, അവന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചോളൂ. അവന്റെ കൂടാരത്തിലുണ്ടായിരുന്ന ആർക്കും ആ സ്വപ്നം വ്യാഖ്യാനം അറിയാതിരുന്നപ്പോൾ ദൈവ പൈതലിന്റെ ദൈവീയ ആത്മാവിനാൽ ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, ദാനിയേലിന്റെ മുമ്പിൽ അവൻ വീണു. ദാനിയേലിന്റെ മുമ്പിൽ വീണു. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കേണ്ടതിന് കൽപ്പിച്ചു. ദാനിയേലിന് ഒരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കേണ്ടതിന് കൽപ്പിച്ചു. ആ കൽപ്പിച്ച രാജാവ് ഇപ്പൊ തിരിച്ചു പറയുന്നു, ഞാൻ നിർത്തിയ ബിംബത്തെ നീ കുമ്പിടണം. കുമ്പിട്ടവനോട് പറയുന്നു, നീ കുമ്പിടണം. ഇന്ന് അതല്ലേ പ്രിയ ദൈവമക്കളെ, നിന്റെ നന്മ എല്ലാം അനുഭവിച്ചവൻ, നിന്റെ അനുഗ്രഹങ്ങൾ കൊടുത്ത് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നവൻ ഇന്ന് നിന്നോട് ആവശ്യപ്പെടണം. അതല്ലേ, എന്നെ കുമ്പിടറാന്ന്, എന്നെ നമസ്കരിക്ക, ഞാൻ പറയുമ്പോൾ അത് ചെയ്യ. ഹല്ലേലൂയ സ്തോത്രം.
ഇത് ദൈവം കാണാതെയൊന്നും ഇരിക്കില്ല. ഇതിന് ദൈവം സ്തോത്രം ചെയ്യുന്നു കണ്ടുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ദാനിയേല ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തതാ. ദാനിയേല അതിന്റെ അർത്ഥം അവന് പറഞ്ഞു കൊടുത്തതാ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാതി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം. ദാനിയേലിനോട് പറയുക, ദൈവത്തെക്കുറിച്ച്, നമ്മൾ പ്രാർത്ഥിച്ച ദൈവത്തെക്കുറിച്ച്, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുക. പലരിടത്തും അങ്ങനെയാ. നമ്മൾ ചെന്നൊരു കാര്യം അവർക്ക് പ്രാർത്ഥിച്ചു വിടുതലായി കഴിഞ്ഞു. ദൈവമക്കള് തൻ്റെ അടുത്തുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ ബന്ധുമിത്ര, എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ അയൽവക്കത്തുകാർ സ്തോത്രം കഷ്ടതയിലിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞ സന്തോഷം അവരും കൂടെ അറിയട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിനെ പരിചയപ്പെടുത്തി, നമ്മുടെ കർത്താവിനെ കുറിച്ച് അവരോട് പ്രാർത്ഥിച്ചു, അവരോട് നന്മ പറഞ്ഞു. അവരെ കർത്താവിൽ കൂടെയുള്ള വിടുതൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞ് അവരിന്ന് മുകളിലുമായി, അതിന് കാരണമായ നമ്മൾ ചവിട്ടുപടിയിലുമായി. അവർ മുകളിലായി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ചവിട്ടുപടിയിലായിരുന്നു കൊണ്ട് നമ്മളോട് അവർ പറയുകയാണ്, അവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. നമുക്കെന്നെ സർ പറയുകയാണ്, നിങ്ങളിപ്പം മുമ്പിടണം, ഇല്ലെങ്കിൽ തീയുടെ ബലം 7 ഇരട്ടി വർദ്ധിപ്പിക്കും, ഞാൻ 7 ഇരട്ടി വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പക്ഷെ അവര് പറഞ്ഞു, ഇല്ല രാജാവേ, ഇല്ല, നിങ്ങൾ നിർത്തിയിരിക്കുന്ന ബിംബത്തിൽ തൊഴില്ല. എന്നെ അതിശയിപ്പിച്ചതും ചിന്തിച്ചതുമായ ഒരു കാര്യം, പ്രിയ ദൈവ പൈതലെ, തീയുടെ ബലം കൂട്ടിയപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ രാജാവിൻ്റെ അടുത്ത് ഇടപെടാം. അവരെ എടുത്തുകൊണ്ട് പോയപ്പോൾ ദൈവത്തിന് ഇടപെടാം. ഹല്ലേലൂയ, സ്തോത്രം. അവരെ തീക്കകത്ത് കൈയും കാലും കെട്ടിയിട്ടപ്പോൾ ഇപ്പോൾ കരിഞ്ഞ ഗന്ധം, മനുഷ്യ ശരീരത്തിന്റെ കരിഞ്ഞ ഗന്ധം പുറത്തു വരുമെന്ന് കാത്തിരുന്നവർക്ക് കാണപ്പെട്ട ഒരു കാഴ്ചയുണ്ട്. അവർ കെട്ടഴിഞ്ഞവരായി തീയിൽ കൂടെ നടക്കുന്നു. അവരെ കൂട്ടത്ത് 4മതൊരുവനുണ്ട്. അത് ദൈവപുത്രന്റെ സദൃശ്യത്തിൽ ഇരിക്കുന്നു എന്നാ എഴുതിയിരിക്കുന്നതാ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എഴുതിയപ്പെട്ടു, തീച്ചുളയിൽ വീഴുന്നു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ചിട്ടത് എന്ന് ചോദിച്ചു. അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അപ്പൊ 4 പുരുഷന്മാർ, 4ാമത്തവന്റെ മേലും കെട്ടുണ്ട്, അവന്റെ കെട്ടു അഴിഞ്ഞിരിക്കുന്നു. 3 പേരെയല്ലേ കെട്ടിയത് ഇവര്? 4ാമത്തവന്റെ മേലെ ഇവിടെ ആര് കെട്ടി? പ്രിയ ദൈവം ഇതിലെ ശൗലിനോട് ദൈവം പറഞ്ഞു, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? ദൈവത്തെ ശൗൽ ഉപദ്രവിച്ചില്ല, ദൈവമക്കളെ ഉപദ്രവിച്ചത്. പക്ഷെ ആ ഉപദ്രവം, ദൈവം പറയുന്നു, എന്നെയാണ് നീ ഉപദ്രവിച്ചത്. ഇവിടെ 3 പേരെ കെട്ടി, 4ാമത് കർത്താവും ആ കെട്ടിനകത്ത് ഇവരെ കൂട്ടത്തുണ്ടായിരുന്നു. ഇവരെ കെട്ടുമ്പോൾ കർത്താവും ഇവരെ കൂട്ടമുണ്ടാകും. ഇവരെ എടുത്തുകൊണ്ട് തീയിലേക്ക് പോകുമ്പോൾ കർത്താവിനെയും കൂടെയാ ഇവരെടുത്തുകൊണ്ട് പോയത്. ഹല്ലേലൂയ, സ്തോത്രം. എടുത്തുകൊണ്ട് പോയി തീയിൽ വീണു. തീയിലിട്ടവൻ ഭ്രമിക്കാൻ കാരണമായി. ഒരനുഭവം കൂടെ പറഞ്ഞ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എളിയ ജനത്തെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം
പെടട്ടെ. ഇനി പറയട്ടെ, യോസേപ്പിന്റെ ചരിത്രം കൂടെ നിങ്ങളൊന്ന് യോജിച്ചു നോക്കാം. യോസേപ്പ് കാരാഗ്രഹത്തിൽ കിടക്കുക. എന്തിനാ യോസേപ്പ് കാരാഗ്രഹത്തിൽ വീഴുന്നത്? എന്തിനു എഴുതും? യോസേപ്പ് രണ്ട് കാര്യങ്ങൾ അവിടെ പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കയ്യിൽ തരാത്തതൊന്നും ഞാൻ എടുക്കില്ല. നീതിമാനായി യോസപ്പ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വേഗത്തിലൊന്ന് ആ ഭാഗമൊന്ന് ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 39 അധ്യായം അതിൻ്റെ 9 വാക്യം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനായിട്ട് അവന്റെ ഭാര്യ ആകയാൽ നിന്നെ അല്ലാതെ മറ്റൊന്നും എനിക്ക് വിരോധിച്ചിട്ടില്ല. അപ്പൊ യോസേപ്പ് ചെയ്ത ഒന്നാമത്തെ തെറ്റ്, തനിക്ക് തരാത്തതൊന്നും അവൻ എടുത്തില്ല. അത് മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റമായി മാറി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ കുറ്റത്തിന് നേരെ കള്ളം പറയുക. ഇതവൻ ചെയ്യാത്തത് കൊണ്ട് യോസേപ്പിന് നേരെ കള്ളം പറയുക. കള്ളം പറഞ്ഞപ്പോൾ യോസേപ്പ് രണ്ട് കാരണത്താൽ കാരാഗ്രഹത്തിലായി. കാരാഗ്രഹത്തിൽ വീഴുമ്പോൾ പ്രിയ ദൈവമക്കളെ, യോസേപ്പിന്റെ കൂടെ ഉൽപ്പത്തി പുസ്തകം 39:2 വാക്യത്തില് പോത്തിഫോറിന്റെ വീട്ടിൽ ആല്യാസ്ത്രം ആകുമ്പോൾ കർത്താവ് കൂടെ ഇരിക്കുക. ദൈവം അവനോട് കൂടെ ഇരുന്നു. 20 വാക്യം വായിക്കുമ്പോൾ യോസേപ്പിനെ കാരാഗ്രഹത്തിലാക്കി. 21 വാക്യം വായിക്കുമ്പോൾ യോസേപ്പിന്റെ കൂടെ ദൈവം ഇരുന്നു. നോക്കണമേ, തൻ്റെ കൂട്ടത്ത് 11 സഹോദരങ്ങളുണ്ട്, അവരാരും ഇരുന്നില്ല. അപ്പനുണ്ട്, അവരിരുന്നില്ല. കൂടെ ഇരിക്കാൻ ഒരാളെ ഉള്ളൂ, ദൈവം. ഇന്ന് പകൽക്കാലം നീ ഒന്ന് ചിന്തീര്. നിന്റെ ഏകാന്തതയില്, നിന്റെ ജീവിതത്തിന്റെ നടുവില് നീ പ്രതീക്ഷിച്ച എല്ലാവരും അല്ലേ? യോസേപ്പ് 37 അധ്യായത്തിൽ പറയുന്നു, തൻ്റെ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, അവർ യോസേപ്പ് വാർദ്ധക്യത്തിലെ മകനാണ്, എല്ലാവരെയും സ്നേഹിച്ചു, അവന് നിലയെങ്കി കൊടുത്തു. അല്ല, ബിൽഹയുടെയും സിൽപ്പയുടെയും മക്കളുടെ ദുഃഖശ്രുതി ആരോട് പറഞ്ഞു? യാക്കോബിനോട് പറഞ്ഞു. ഈ ദുഃഖശ്രുതി പറഞ്ഞു കൊടുത്ത സഹോദരങ്ങൾ അവന്റെ കൂടെ ഇല്ല. അവരുടെ കണ്ണുനീര് തുടച്ചവനാണ് യോസേപ്പ്. സിൽപ്പയുടെയും ബിൽഹയുടെയും മക്കളുടെ കണ്ണുനീര് തുടച്ചവനാണ് യോസേപ്പ്. അവരുടെ ആവശ്യങ്ങൾ അപ്പനോട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തവനാണ് യോസേപ്പ്. പക്ഷെ തൻ്റെ കൂടെ കാരാഗ്രഹത്തിലിരിക്കുവാൻ ആരുമില്ല. ആരുമില്ലാതിരിക്കുമ്പോൾ അവിടെ എൻ്റെ കർത്താവ് അവനോട് കൂടെ ഇരുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്നോട് കൂടെ ഇരിക്കും, കൂടെ ഇരിക്കും. നിന്റെ സമയം ഇതാ വെളിപ്പെടാൻ പോകുക. സത്യമായിട്ട് നിങ്ങൾ ഈ വചനദൂത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തില് ചിലതെല്ലാം വെളിപ്പെടാൻ പോകുക. 41 അധ്യായം, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ ഹല്ലേലൂയ 14 വാക്യം വായിക്കുമ്പോൾ ഇതിനെ എഴുതുന്നത്, യോസേപ്പിനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. നോക്ക്, ദൈവം കൂടെ ഇരുന്നപ്പോൾ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. 2, അവനെ ശൗര്യം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഹല്ലേലൂയ, നിന്നിലുള്ള ദൈവാത്മാവ് വെളിപ്പെടുത്താൻ സമയമായി. യോസേപ്പിനെ വേഗത്തിൽ കാരാഗ്രഹത്തിൽ നിന്ന്, കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കിയത് മറ്റൊന്നിനല്ല, അവനിലുള്ള ദൈവാത്മാവ് എന്താണെന്ന് ഫറവോന് വെളിപ്പെടുത്തി കൊടുക്കാൻ, ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ, മിസ്രൈമ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ. മിസ്രൈമ്യരുടെ അനുഗ്രഹത്തിനാ, മിസ്രൈമ്യരെ ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കേണ്ട ഒരു ദൈവാത്മാവ് യോസേപ്പിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്താനായിട്ട് ദൈവം വേഗത്തിൽ യോസേപ്പിനെ പുറത്തിറക്കിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലാണ് വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുക തന്നെ ചെയ്യും. നിശ്ചയം വിശ്വസിക്കുക. ഇതാ വേഗത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു. അതിന്
ദൈവം ഈ എളിയവനെ രക്ഷിക്കും. ഞാൻ എളിയവനാണ്. ദാവീദിനോട് ശൗലിന്റെ മരുമകനാകാൻ പറയുമ്പോൾ ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ എളിയവനാണ്, ഞാൻ എളിയവനാണ്, എനിക്കതിനുള്ള ഒരു യോഗ്യതയുമില്ല. പ്രിയ ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളെ അടച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എളിയവനാണ്. കർത്താവേ, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല. ഇതാ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല. ഞാൻ ആർക്കൊക്കെ സഹായിച്ചു, അവരെല്ലാം എന്നെ മാറി നിൽക്കുമ്പോൾ യോസേപ്പിനെ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി ദൈവാത്മാവ് അവനിൽ നിന്ന് വെളിപ്പെട്ട് പുറത്തു കൊണ്ടുവന്നതുപോലെ, അവനിൽ അടങ്ങിയിരുന്ന ആത്മാവിനെ പ്രയോജനം ചെയ്തതുപോലെ, ഫറവോന്റെ കൊട്ടാരം തൊട്ട് കുടിൽ വരെ അവനിൽ യോസേപ്പിലുണ്ടായിരുന്ന ദൈവാത്മാവ്, ദൈവാത്മാവിന്റെ പ്രവൃത്തിയാൽ അവരെ വിടുവിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം ലോകാന്ത്യത്തോടും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ കർത്താവ് നിങ്ങളെ വിടുവിക്കുക. വിശ്വസിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ തിരുവചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. മഹത്വമെല്ലാം അങ്ങെടുക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ.